അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ ഭർത്താവും നമ്മുടെ മക്കളും എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ടല്ലേ. എല്ലാ ഉമ്മമാരുടെയും ഒരു ആഗ്രഹമാണ് എൻ്റെ മക്കളൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, എന്നിട്ട് വേണം എനിക്ക് സമാധാനമായിട്ടൊന്ന് മരിക്കാൻ, എൻ്റെ മോനൊന്ന് രക്ഷപ്പെട്ട് കാണണമെന്ന്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ ഭാര്യമാര്, കുറേ ഉമ്മമാര് എല്ലാവരും ഉണ്ടല്ലേ. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സൂറത്ത് നിങ്ങൾ 3 വട്ടം ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതാണ്. എല്ലാ വീടുകളിലും ഈ സൂറത്ത് പതിവാക്കാറുള്ളതാണ്. മഗ്‌രിബിന് ശേഷം ഒരു വട്ടം നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ നീക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അന്നേരം നിങ്ങൾ 3 പ്രാവശ്യം ഓതുകയാണെങ്കിലോ എന്തുമാത്രം പ്രതിഫലമുള്ള ഒരു സൂറത്ത് കൂടിയാണെന്നറിയൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ ഒരു സൂറത്ത് ഓതാൻ ശ്രമിക്കുക. ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. നമസ്കാരത്തിന് ശേഷം ഓതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം എന്ന് വെച്ചാൽ ആ സമയത്ത് വുളു എടുത്തതിന് ശേഷം ഒരിടത്ത് വന്നിരുന്ന് ആരോടും മിണ്ടാതെ ഈ 3 പ്രാവശ്യം ഈ സൂറത്ത് ഓതിത്തീർക്കുക. വളരെ കുറച്ച് സമയം മതി. ആരോടും മിണ്ടാതെ ഈ സൂറത്ത് ഓതിത്തീർക്കുക. നമ്മൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടിയിട്ടാണ് ഇത് ഓതുന്നത് എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസം മനസ്സിൽ കൊണ്ടുവരിക. എന്നിട്ട് ഇത് ഓതുക. എന്നാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഓതാനുള്ള ഒരു മനസ്സുണ്ടാകും. കാരണം ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നത്, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അല്ലാതെ ഇന്നൊരു വീഡിയോ കണ്ടിരുന്നു, യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിരുന്നു, ആ വീഡിയോ കണ്ടിട്ട് ചൊല്ലുകയല്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ബർക്കത്തും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചൊല്ലുന്നത് എന്നുള്ളൊരു ദൃഢമായ വിശ്വാസം മനസ്സിലുണ്ടാവണം. പിന്നീട് ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് ഹൈറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. കാരണം അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതിഫലം നിങ്ങളിലേക്ക് തന്നെ അതെത്തും. അതുകൊണ്ട് മോശം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. നല്ല കാര്യങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിലെ ബർക്കത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. കാര്യം എന്താണെന്ന് പറയാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഓതുന്നതാണ്. ഖബർ ശിക്ഷയിൽ നിന്നും മോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. ആ സൂറത്ത് 3 പ്രാവശ്യം ഓതുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടുന്നതാണ്. ആരോടും മിണ്ടാതെ ഒരൊറ്റ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് സൂറത്തുൽ മുൽക്ക് 3 പ്രാവശ്യം ഓതി തീർക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. എൻ്റെ ഇന്ന ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നീ നടത്തി തരണമേ എന്നും പറഞ്ഞ് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹൈറായിട്ടുള്ള കാര്യമാണ് എങ്കിൽ സൂറത്തുൽ മുൽക്കിൻ്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നീക്കിക്കളയുന്നതാണ്. അത് തട്ടി നീക്കുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകുകയുമില്ല. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.